പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മെ കാക്കുന്ന പരിപാലിക്കുന്ന സർവശുദ്ധനായ ദൈവത്തെ നമുക്ക് പ്രത്യേകമായി ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ മുമ്പിൽ സജീവ സാന്നിധ്യമായി നെള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യം നമ്മെ നാളിതുവഴി വഴി നടത്തുകയും ആശ്വസിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിന് പ്രത്യേകിച്ച് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സാക്ഷിയോട് സംസാരിച്ച് നമ്മെ വഴി നടത്തുകയും ചെയ്ത നല്ല തമ്പുരാൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. അവിടുത്തെ സജീവ സാന്നിധ്യത്തിൽ നമുക്ക് ഏറ്റുപറയാം. അവിടുന്നാണ് എൻ്റെ രക്ഷകനെന്നും അവിടുന്ന് എനിക്ക് വേണ്ടി പാടുപെടൽ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്തത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നും എന്നെക്കുറിച്ചുള്ള അവിടുത്തെ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്നും നമുക്ക് തിരിച്ചറിയാം. ജെറമ്യാ 29:11 എന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞ തമ്പുരാൻ്റെ ആ വലിയ പദ്ധതി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് അവിടുത്തെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയും ഒപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ മേഖലകളെയും പരിപൂർണമായി തമ്പുരാന് സമർപ്പിക്കുകയും ചെയ്യാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാമത്തെ വാക്യം, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഏറ്റവും മനോഹരമായ ഒരു വചനമാണ്. പൂർവ്വ യൂസേപ്പ് തൻ്റെ സഹോദരങ്ങളോട് പറയുന്ന ഒരു വചനമാണ്. നമുക്കറിയാമല്ലോ, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റിയെന്ന്. പൂർവ്വപിതാവായ ജോസഫിനെ കുറിച്ച് നമുക്കറിയാം. ബാല്യം മുതലേ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന വ്യക്തിയാണ്. സഹോദരന്മാരുടെ അസൂയ കൊണ്ട് പൊട്ടക്കിണറ്റിൽ എറിയപ്പെടുകയും അടിമയായി വിൽക്കപ്പെടുകയും അങ്ങനെ ജീവിതത്തിൽ പല വിധത്തിലുള്ള വേദനകളിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകാൻ പറ്റുന്ന സകല വിധത്തിലുള്ള വേദനകളിലൂടെയും കടന്നുപോയ വ്യക്തിയാണ് പൂർവ്വപിതാവായ ജോസഫ്. എങ്കിലും നമുക്ക് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട ഒരു വലിയ സംഭവമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ഈ സമയത്തൊക്കെ ജോസഫിലുണ്ടായിരുന്ന ഒരു മനോഭാവം, ആരോടും വിദ്വേഷമോ പകയോ ഒന്നും മനസ്സിൽ സൂക്ഷിക്കാതിരുന്ന, അവനു വേണ്ടി ദൈവം മനോഹരമായൊരു പദ്ധതി രൂപപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ. പൂർവ്വ യൂസേപ്പ് തൻ്റെ സഹോദരനോട് പറയുന്ന വാക്യമാണ് നമ്മളിന്ന് ധ്യാനിച്ചത്. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി എന്നത്. ഏറ്റവും മനോഹരമായ ഒരു ദൈവിക പദ്ധതിയുടെ, അതായത് തകർന്നുപോയി ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന സകലവിധ വേദനകളും സങ്കടങ്ങളും, അത് ശാരീരികവും മാനസികവും വൈകാരികവും മേഖലയിൽ അനുഭവിച്ച പൂർവ്വ യൂസേപ്പിൻ്റെ ജീവിതം, അവൻ തൻ്റെ ജീവിതത്തിൽ നേരിട്ട ഓരോ കാര്യങ്ങളോടും അത് എങ്ങനെ പെരുമാറി എന്നതിനനുസരിച്ച് ദൈവം അവനെ വളർത്തിക്കൊണ്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം പറഞ്ഞതുപോലെ വിദ്വേഷമോ പകയോ അങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളോ ഒന്നും അവിടെയില്ല. അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് വിശ്വസിക്കാനായിട്ട് പൂർവ്വ യോസേപ്പ് പിതാവിന് സാധിച്ചു എന്നുള്ളതാണ്. എത്രയോ വലിയൊരു കരുതലായിരുന്നു ആ ജോസഫിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ധ്യാനിക്കുന്ന ഉൽപ്പത്തി 50-20 എന്ന് പറയുന്നത് ദൈവം എത്രമാത്രം ജോസഫിനെ കരുതലോടെ അവനെക്കുറിച്ചുള്ളൊരു വലിയൊരു പദ്ധതി ക്രമീകരിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. ജോസഫിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ക്ഷമയാചിക്കുന്ന സഹോദരരോട് അവൻ പറഞ്ഞ വാക്കുകളാണ്, എന്നെ ഇങ്ങോട്ട് അയച്ചത് നിങ്ങളല്ല, പ്രത്യുത ദൈവമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം
45 അധ്യായം 8 വാക്യമാണ്. പൂർവ്വ യോസേപ്പിനോട് അല്ലെങ്കിൽ പൂർവ്വ ജോസഫിനോട് അവൻ്റെ സഹോദരങ്ങൾ ചെയ്തത് അവൻ്റെ ബാല്യം മുതലേ അവനെ വേദനിപ്പിക്കുകയും അവനോട് പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ കാണിക്കുകയും ചെയ്യുകയും അവനെ പൊട്ടക്കിണറ്റിലും തിടുകയൊക്കെ ചെയ്തതാണെങ്കിൽ പോലും ജോസഫ് അതിനെല്ലാം കാണുന്നത് എന്നെ ഇങ്ങോട്ട് അയച്ചത് നിങ്ങളെല്ലാം പ്രത്യുത ദൈവമാണെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്നുള്ള ഈ ജോസഫിൻ്റെ മാതൃക അനുസരിച്ചുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില വേദനകൾ, ചില സങ്കടങ്ങൾ, ചില മാറ്റി നിർത്തപ്പെടലുകൾ, ഇതൊക്കെ ദൈവം എന്നെ കരുതുന്നതിൻ്റെ അല്ലെങ്കിൽ ദൈവം വച്ചിരിക്കുന്ന ചില പദ്ധതികളുടെ ഭാഗമായിട്ട് എന്നെ വളർത്തുന്നതാണ് എന്ന് ഒന്നെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ദേശത്തിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നാടിനു വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിനു വേണ്ടിയൊക്കെ നമ്മെ തമ്പുരാൻ ഒരുക്കിയെടുക്കുന്നതാണ് എന്ന് വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് പൂർവ്വ യോസേപ്പ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠം. അല്ലെങ്കിൽ പൂർവ്വ യോസേപ്പ് പിതാവിൻ്റെ മാതൃകയിലൂടെ തമ്പുരാൻ കർത്താവ് നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. അവിടെ നമുക്കും പറയാനാണ് സാധിക്കും. നമ്മളോട് തിന്മ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. നമ്മളിൽ നിന്നും സ്നേഹം പറ്റിയിട്ട്, അതുപോലെ തന്നെ സഹായം പറ്റിയിട്ട് ഒക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന, തിരിഞ്ഞു കുത്തുന്ന ധാരാളം പേരുണ്ടാവും. അത് മാനുഷികമായ ചില കാര്യങ്ങളാണ്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ഈ ദൈവത്തിൻ്റെ പദ്ധതി കണ്ടുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 50-20 കണ്ടുകൊണ്ട് നമുക്ക് പറയാനായിട്ട്, അതിൻ്റെ അഭിഷേകത്തിൽ പറയാനായിട്ട് സാധിക്കണം. നിങ്ങളെനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി എന്ന് പറയാനായി നമുക്ക് സാധിക്കണം. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമല്ലേ. എത്രയോ ആഴങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന മനോഹരമായ ഒരു വചനമാണത്. നിങ്ങളെനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റിയിരുന്നു. അതായത് ഞാൻ ആരായിരുന്നാലും എവിടെയായിരുന്നാലും പരിപൂർണമായി എൻ്റെ വിശ്വാസം, എൻ്റെ ആശ്രയം ദൈവത്തിൽ ഞാൻ അർപ്പിക്കുന്നു എന്ന് തന്നെയാണ്. നമുക്ക് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലും ഈ പൂർവ്വ യോസേപ്പ് പിതാവിനെ പോലെ വേദനയിലൂടെയും സങ്കടങ്ങളിലൂടെയും ഒക്കെ കടന്നു പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് വ്യക്തമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ ഒക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുമുണ്ടാവാം. ഒന്ന് നമുക്ക് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം, സ്നേഹപൂർവ്വം. ഒരു കർത്താവിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട്, ഈ ദിവ്യകാര്യത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് നമ്മുടെ ഒരു വ്യക്തിപരമായ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. ഈശോയെ, നിന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നീ അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതിയിൽ ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം ഒരു ഉപരി നന്മ ഉളവാക്കാനായിട്ട് കർത്താവെ നിനക്ക് സാധിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. കർത്താവെ, നമ്മുടെ ഈ അനുദിന ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ പല വ്യക്തികൾ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവും. അറിഞ്ഞും അറിയാതെയുമൊക്കെ ഞങ്ങളെ വേദനിപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ ഞങ്ങൾ വേദനിപ്പിക്കുന്നതിനൊക്കെ കാരണമായത് അവരോട് പരിപൂർണമായിട്ട് ഈ ദീപികാരുടെ ഈശോയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ക്ഷമിക്കുന്നു, അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. പരിപൂർണമായിട്ട് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഇവർ ചെയ്യുന്നതെന്നറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച നിന്നെ പോലെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കാനായി സാധിക്കട്ടെ. പൂർവ്വ യോസേപ്പ് പിതാവിനെ പോലെ ഞങ്ങൾക്കും പറയാനായി സാധിക്കട്ടെ. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, ദൈവം അത് നന്മയാക്കി മാറ്റിയെന്ന്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങളുടെയും വേദനകളുടെയും ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് അത് നമ്മിൽ ഉളവാക്കിയ വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ കർത്താവിനെ നമുക്ക് തുറന്ന് സംസാരിക്കാം. ഈശോയെ, ഇന്ന കാരണത്താൽ ഇന്ന സംഭവത്തിൽ എൻ്റെ മനസ്സിത്രയും വേദനിച്ചിട്ടുണ്ട്, ഇന്ന കാരണം കൊണ്ട് ഞാൻ തകർന്നു പോയിട്ടുണ്ട്, ഇന്ന കാരണത്താൽ ഞാൻ നിശബ്ദനായി പോയിട്ടുണ്ട്, ഇങ്ങനെയുള്ള ചില കാരണങ്ങളാൽ ഞാൻ അവഹേളിതനായി തീർന്നിട്ടുണ്ട്,
അവഗണിക്കപ്പെട്ടവനായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില വേദനകൾ ഇങ്ങനെ വെച്ച് നമുക്ക് പറയാനായിട്ടുണ്ടാകും. അതെല്ലാം തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് ഈ നിമിഷം ഏറ്റുപറയാം. കാരണം ഹൃദയങ്ങളിൽ സൗഖ്യം നൽകാനായിട്ട് തമ്പുരാന് മാത്രമേ സാധിക്കുന്നുള്ളൂ. ഒരു വൈദ്യനോ ഒരു നേഴ്സിനോ നമ്മുടെ മുറിവ് ശരീരത്തിലേറ്റിരിക്കുന്ന മുറിവുകളെ മാത്രമേ സൗഖ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലേറ്റിരിക്കുന്ന മുറിവുകളെ സൗഖ്യപ്പെടുത്താനായിട്ട് നല്ല തമ്പുരാന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നീ അനുഭവിച്ച വേദനയുടെ ആധിക്യം എത്രമാത്രമുണ്ട്, ആ പരിപൂർണമായ ആധിക്യത്തോടു കൂടി തന്നെ തമ്പുരാൻ സന്നിധിയിൽ നിന്ന് കരയുകയോ തമ്പുരാൻ സന്നിധിയിലെല്ലാം ഏറ്റുപറയാനായി നമുക്ക് സാധിക്കണം. അപ്പോൾ തമ്പുരാൻ അതിനെ തൊട്ട് സുഖപ്പെടുത്തും. തമ്പുരാനോട് പറഞ്ഞാൽ മാത്രം പോരാ. പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മുടെ ആകുലതകളും വേദനകളും സങ്കടങ്ങളും എല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ വഴിക്ക് എഴുന്നേറ്റ് പോകും. പക്ഷെ ഇന്ന് ചെയ്യേണ്ടതാണ് നമ്മുടെ സകല വേദനകൾ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. നാളെ ഇതുവരെ നമ്മുടെ മനസ്സിലൂടെ കടന്നു വന്നിരിക്കുന്നതും പറഞ്ഞു കേട്ടതുമായ ഒത്തിരി വേദനകളുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞു കേട്ടതുപോലും നമ്മുടെ വേദനയായി മാറുകയാണ്. ഒരാൾ നേരിട്ട് നമ്മളെ വേദനിപ്പിക്കാൻ നിർബന്ധം പോലുമില്ല. നമ്മൾ വേദനിക്കില്ല, സന്തോഷത്തോടെ നടക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ ചിലരൊക്കെ നമ്മളോട് വന്ന് പറയുക, നിനക്കെതിരെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മുതലേ നമ്മുടെ സന്തോഷവും പോയി. അവരെല്ലാം എന്നെ വേദനിപ്പിക്കാൻ നടക്കുകയാണ് വിചാരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് ആകുലപ്പെട്ട് തകർന്നു പോവുകയാണ്. ഒരുപക്ഷെ ആരും നമ്മൾ നേരിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ആരൊക്കെയോ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് ആരൊക്കെയോ പറഞ്ഞതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് മുറിവേറ്റ് നടക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. അതെല്ലാം തമ്പുരാനെ സമർപ്പിച്ചു. ഈ തമ്പുരാൻ നമ്മുടെ ദീപികാരുണ്യ ആരാധനയെ നമുക്ക് തമ്പുരാനെ സന്നിധിയെല്ലാം നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ സമർപ്പിച്ചതിന് ശേഷം അവിടുത്തെ ആശ്വാസ വാക്കുകൾ കേൾക്കാൻ കൂടി കുറേ സമയം തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കണം. ആശ്വാസവാക്ക് കേൾക്കണം നമ്മൾ. അങ്ങനെ ആശ്വാസവാക്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് അവിടുന്ന് വചനം അയച്ചു നമ്മെ സൗഖ്യപ്പെടുത്തും. അവിടുത്തെ വചനത്തിൻ്റെ അഭിഷേകത്താൽ അവിടുന്ന് നമുക്ക് സൗഖ്യം നൽകും. അവിടുന്ന് ചെവി ചായ്ച്ച് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമരുളും. അപ്പോൾ നമുക്ക് പറയാനായി സാധിക്കണം, കർത്താവെ സംസാരിച്ചാലും ദാസൻ കേൾക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണം. കർത്താവിൻ്റെ വലിയ സൗഖ്യത്തിൻ്റെ സമയമാണിത്. നമ്മുടെ ജീവിതത്തിൽ എന്തേലും മുറിവുകളുണ്ടായിക്കൊള്ളട്ടെ. അതുപോലെ തന്നെ ഒരു സൗഖ്യത്തിൻ്റെ കൂദാശ, കുമ്പസാരം എന്ന കൂദാശ, വിശുദ്ധ കുർബാന, ആ കൂദാശകളിലൂടെ ലഭിക്കുന്ന സൗഖ്യത്തെ ഒന്ന് സ്വന്തമാക്കാൻ, യോഗ്യതയോടെ ഒന്ന് സ്വന്തമാക്കാൻ കൂടി പരിശ്രമിക്കാം. ഈശോ സൗഖ്യം നൽകുന്ന, ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒക്കെ സൗഖ്യം നൽകുന്ന ധാരാളം വചനങ്ങൾ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ആ വിശുദ്ധ ഗ്രന്ഥം ഭാഗമെടുത്തൊന്ന് വായിക്കാം. ഈശോയുടെ സ്വരം കേൾക്കാൻ കുറേ സമയം നമുക്ക് ശാന്തമായിരിക്കാം. ഈ ദീപികാരുണ്യനാഥൻ നമ്മുടെ ഹൃദയങ്ങളിൽ അത്ഭുതം നിറയ്ക്കും. നമ്മുടെ തിരുഹൃദയത്തിൻ്റെ നാഥൻ, ആ തിരുഹൃദയനാഥൻ നമ്മുടെ ഹൃദയങ്ങളിൽ അത്ഭുതം നിറയ്ക്കും. തൻ്റെ സ്നേഹം കൊണ്ട്, ആ സ്നേഹത്തിൻ്റെ നിറവ് കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് അത്ഭുതത്തെ നിറയ്ക്കും. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും മുഴുവൻ നിറയട്ടെ ദൈവത്തിൻ്റെ വചനത്താൽ. അവിടെ നമ്മെക്കുറിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ആ നന്മയുടെ പദ്ധതിയുടെ മേലെങ്കിൽ നമുക്കെടുത്ത് അണിയാം. ആ വലിയ അഭിഷേകം നമ്മളിലേക്ക് പരിപൂർണമായി നിറയട്ടെ. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാൻ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സംസാരം കൊണ്ടോ ചിന്ത കൊണ്ടോ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയെ, ദിവ്യകാരുണ്യ ഈശോ ഇതിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ക്ഷമ ചോദിക്കുകയാണ്. ഹൃദയപൂർവ്വം നമുക്ക് ക്ഷമ ചോദിക്കണം. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, സംസാരം കൊണ്ട്, ഉപേക്ഷ കൊണ്ട് ആരൊക്കെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടോ അവരെല്ലാം നമുക്ക് ക്ഷമ ചോദിക്കണം. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ നമ്മെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട്, ഉപേക്ഷ കൊണ്ട്
നമ്മെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിരുപാധികം അവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. നിരുപാധികം ക്ഷമിച്ചാൽ മാത്രം പോരാ, അവരെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുതെന്നാണ് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. അനുഗ്രഹിക്കണം. അവരിൽ കൃപ നിറയട്ടെ. കൃപയില്ലാത്തത് കൊണ്ടാണ് അവർ നമ്മെ വേദനിപ്പിക്കുന്നത്, അവർ നമ്മളെ സങ്കടപ്പെടുത്തുന്നവർ ദൈവകൃപയില്ലാത്തത് കൊണ്ടാണ്. അപ്പം അവരിൽ കൃപ നിറയട്ടെ, നന്മ നിറയട്ടെ. പ്രാർത്ഥിക്കാം. അതുകൊണ്ടെല്ലാം നീയോട് തമ്പുരാനോ ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.